നബി തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴതാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. അതിന്റെ അടുത്തായി വലയിലകപ്പെട്ട മാൻപേടയും. ആ മാൻപേട നബി തങ്ങളെ കണ്ടപ്പോൾ കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണീരൊഴിപ്പിച്ച് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ച 3 ദിവസമേ ആയുള്ളൂ. ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടാൻ വന്നതാണ്. അവർ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഞാൻ അവർക്ക് പാലിട്ട് വേഗം തിരിച്ചു വരാം. തങ്ങളെ സഹായിക്കണം. അത് കേട്ട നബി തങ്ങൾ മലമേടനോട് പറഞ്ഞു, ഈ മാനെ അഴിച്ചു വിടൂ. ഈ മാൻ തന്നെ കുഞ്ഞിക്ക് പാലിട്ട് വേഗം തിരിച്ചു വരും. അത് കേട്ട മലമേടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് വിഡ്ഢിത്തമാണ് തങ്ങൾ പറയുന്നത്? ഈ മാൻ തിരിച്ചു വരുമെന്നോ? ആ മലമേടൻ കുറച്ച് ആലോചിച്ചതിന് ശേഷം വീണ്ടും ചോദിച്ചു, ഞാൻ ഈ മാനെ അഴിച്ചുവിടാം. പകരം നിങ്ങൾ ജാമ്യം നിൽക്കണം. നിങ്ങൾ പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. ആ മലമേടൻ വീണ്ടും ചോദിച്ചു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറുത്തു കളയും. നബി തങ്ങൾ പറഞ്ഞു, തങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ മലമേടൻ ആ മാനെ അഴിച്ചുവിട്ടു. ആ മാൻ അതിവേഗത്തിൽ ഓടി മറഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. ആ മലമേടന്റെ ഘടന പുന്നാരി നബി തങ്ങളുടെ കഴുത്തിലേക്ക് വീഴാൻ തുടങ്ങി. അപ്പോഴതാ പടപടലങ്ങൾ പറത്തിക്കൊണ്ട് ആ മാൻ ഓടിയെത്തി. ആ മലമേടൻ അമ്പരന്നു പോയി. ഇതെന്തൊരു അത്ഭുതമാണ്! ആ മലമേടൻ നബി തങ്ങളോട് ചോദിച്ചു, താങ്കൾ ശരിക്കും ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് കേട്ട മലമേടൻ ഉടനെ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മണ്ണെ വെറുതെ വിടുകയും ചെയ്തു. എന്റെ ഈ കൊച്ചു കഥ അവസാനിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും.